ശിവരാജ് ഗോകുൽ ഇന്നിപ്പോൾ നേരത്തെ ശ്രീ ബ്രിട്ടാസ് പറഞ്ഞ ഛത്തീസ്ഗഡ് CM ട്വീറ്റ് ഇങ്ങനെയാണ്: ത്രൂ ഇൻഡ്യൂസ്മെന്റ് ആൻ അറ്റംപ്റ്റ് വാസ് ബീങ് മെയ്ഡ് ടു എൻഗേജ് ഇൻ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഖ്യമന്ത്രി പറയുകയാണ് ഈ പറയുന്നതിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും നീക്കം നടത്തി അതിനുവേണ്ടി പിടിച്ചകത്തിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ അവിടുത്തെ മുഖ്യമന്ത്രിയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇന്ന് എന്താണ് നമ്മുടെ നടത്തിയ വാർത്താ സമ്മേളനം, അനൂപാനയുടെ നേതൃത്വത്തിൽ അങ്ങോട്ടേക്ക് പോകുന്ന പ്രതിനിധി സംഘം ഒക്കെ ഒരു കാപട്യമല്ലേ? ഇവിടുത്തെ ക്രൈസ്തവരെ കളിപ്പിക്കാനുള്ള ഐവാഷല്ലേ യുവരാജ് ഗോകുൽ? ഹാഷ്മി, എനിക്ക് വിഷയത്തിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. കാരണം വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്. അങ്ങ് നടത്തിയ ഇൻട്രോ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ശ്രീ ജോൺ ബ്രിട്ടാസ് സംസാരിച്ചുകൊണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾക്കെല്ലാം ഒരല്പം വിശദമായിട്ട് തന്നെ മറുപടി പറയേണ്ടതുണ്ട്. അല്പം സമയം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐവാഷല്ലേ എന്നാണ് അങ്ങ് ചോദിക്കുന്നത്. അത് നമുക്ക് ആ വിഷയത്തിലേക്ക് ഞാൻ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് പർട്ടിക്കുലർലി ഛത്തീസ്ഗഡിൽ വലിയൊരു ഇഷ്യൂ ആണ്. 2009 നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ആ ഒരു വർഷത്തിൽ മാത്രം 1433 പെൺകുട്ടികളാണ് മിസ്സിംഗ് ആയിരിക്കുന്നത് ഈ പറയുന്ന മാവോയിസ്റ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള 17 വില്ലേജുകളിൽ നിന്ന് മാത്രം. സ്വാഭാവികമായിട്ടും അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ 3 പെൺകുട്ടികൾ, അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ ചോദ്യം ഉണ്ടാവും. ഇത്തരത്തിലൊരു വിഷയം അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിലെ സാഹചര്യം ആയിരിക്കണമെന്നില്ല. അവിടെ ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള എൻക്വയറീസ് അവിടുത്തെ അതോറിറ്റീസിന്റെ ഭാഗമായിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് എല്ലാവർക്കും ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടികൾ എവിടെ നിന്നുള്ളവരെന്നാണ്. അവർ അബുംജ്മാത് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നാണ്. 4000 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു ഫോറസ്റ്റ് മേഖലയാണ്. ഏതാണ്ട് ഗോവയുടെ സൈസ് വരുന്ന ഒരു പ്രദേശമാണ് ഈ സംസ്ഥാനത്തിന്റെ അകത്ത് വരുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത്. ആ പ്രദേശം എന്ന് പറയുന്നത് ഹൈലി മാവോയിസ്റ്റ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. കഴിഞ്ഞ വർഷം ഈ കുറച്ച് നാൾക്ക് മുമ്പാണ് 38 മാവോയിസ്റ്റുകളെ അവിടെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന പെൺകുട്ടികളായതുകൊണ്ടാണ് അത് കുറച്ചുകൂടിയും സീരിയസ് ആയിട്ട് ആ വിഷയത്തിനെ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ പെൺകുട്ടികളോട് ചോദിക്കുന്ന സമയത്ത് ഇനിഷ്യലി ആ പെൺകുട്ടികളിൽ ഒരാൾ പറയുന്നു, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല പോകുന്നതെന്ന് പറയുന്നു. അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇത്രയും വലിയ വിഷയമായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് അവിടെ ഇടപെടലുകൾ ഉണ്ടാവും. ഇനി ഈ പറയുന്ന കന്യാസ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ, അവർ നിരപരാധികളാണ് എന്നുണ്ടെങ്കിൽ, അവർ ഈ പറയുന്ന അവരുടെ തുടക്കത്തിലുള്ള മൊഴികളിൽ എല്ലായിടത്തും പൊരുത്തക്കേടുകളുണ്ട്. പിന്നീട് കഴിഞ്ഞ ഒരു 24 മണിക്കൂർ 48 മണിക്കൂറുകൾ കൊണ്ടാണ് ഈ പറയുന്ന മൊഴികളെ എല്ലാത്തിനെയും ക്രോഡീകരിച്ച് ഏതാണ്ട് ഒരേപോലുള്ള മറുപടികളാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടായിരിക്കുന്നത്. തുടക്കത്തിൽ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ വെറുതെ ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിനും പിന്നെ ആ വാർത്തകൾ മുക്കിയിരിക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ശ്രീ ജോൺ ബ്രിട്ടാസ് ഇവിടെ മതപരിവർത്തന നിയമം BJP കൊണ്ടുവന്നതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങേ ഞാൻ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങയുടെ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസ് ആണ് 1967 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു മതപരിവർത്തന നിയമം കൊണ്ടുവരുന്നത്. അത് ഒഡീഷയിലാണ് കൊണ്ടുവരുന്നത്. മധ്യപ്രദേശിൽ അത് വളരെ മുമ്പ് തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. മധ്യപ്രദേശിൽ നിന്ന് മാറിയാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടാകുന്നത്. ആ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടാകുമ്പോൾ അവിടെ ആദ്യമായിട്ട് ഭരണത്തിൽ വരുന്ന അജിത് ജോഗിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ് വരുന്നത്. ആ കോൺഗ്രസ് സർക്കാരിന് വേണമെങ്കിൽ ആ മതപരിവർത്തന നിയമം വേണ്ട എന്ന് വെക്കാമായിരുന്നു. പക്ഷേ വേണ്ട എന്ന് വെക്കുന്നതിന് പകരം അതിനെ കുറച്ചുകൂടി ശക്തമാക്കി അത് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് അവർ തയ്യാറായിരിക്കുന്നത്. ഇനി അങ്ങ് ശ്രീ ജോൺ ബ്രിട്ടാസ് കുറച്ച് കണക്കുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. കണക്കുകൾ അങ്ങേ എനിക്ക് തിരിച്ചും ഓർമ്മിപ്പിക്കാനുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. ഒന്ന്, വോയിസ് ഓഫ് ദി മാർട്ടിസ്, കാനഡ ബേസ് ചെയ്തിട്ടുള്ള ഒരു മീഡിയ ആണ്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പറയുന്നത് എന്താണ്, ചൈനയിൽ നടന്നിരിക്കുന്ന ക്രിസ്ത്യൻ പേഴ്സിക്യൂഷനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ പോവാം. പലസ്തീനിലോ അല്ലല്ല, നമ്മൾ ഏത് ഘട്ടത്തിലും പലസ്തീനിലൊക്കെ പോകുന്ന ഒരു സംസ്ഥാനമാണല്ലോ നമ്മൾ. തിരുവനന്തപുരത്ത് സുരേഷും അനൂപാനും വാർത്താ സമ്മേളനം നടത്തി. നിങ്ങൾ പ്രതിനിധി സംഘത്തെ അയക്കാൻ പോകുന്നു, അങ്ങോട്ട് പോവാന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്നു നടന്നത് മനുഷ്യക്കടത്താണെന്ന് പറയുന്നു. നിങ്ങൾ ഇവിടുത്തെ ക്രൈസ്തവരെ കബളിപ്പിക്കാൻ നടത്തിയ കള്ളക്കച്ചവടം എന്ന് നടന്നത്. യുവരാജ്, നിങ്ങൾ കാപട്യം പറയാൻ കാണിച്ചത്. സ്വന്തം കുട്ടികളെ ബൈബിള് പഠിപ്പിക്കുവാൻ പോലും സമ്മതിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്ന വോയിസ് ഓഫ് മാട്രിക്സ് പറഞ്ഞിരിക്കുന്നത്. ഇനി
ഇനി ദ ഗാർഡിയൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2002 അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 20ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പേഴ്സിക്യൂഷൻ 45 മില്യൺ പേര് ചെയ്തിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് മുമ്പിൽ നിന്ന് ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഇവിടെ ആട്ടിൻ തോലിട്ട് നടക്കുന്നതെന്നും ഒരു സാഹചര്യം വരുമ്പോൾ ചാടി വീഴുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അവിടെ നടന്നിരിക്കുന്ന ഒരു വിഷയം ലോ ആൻഡ് ഓർഡർ വിഷയമാണ്. ആ ലോ ആൻഡ് ഓർഡർ വിഷയം നിലവിൽ കോടതിയിലാണ് നിൽക്കുന്നത്. ആ കോടതിയിൽ വളരെ നീതിയുക്തമായിട്ടുള്ള കാര്യങ്ങൾ ആര് പറയുന്നേ? യുവരാജ് ഗോകുൽ അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പറയുക. അവിടുത്തെ മുഖ്യമന്ത്രി പറയുകയാണ് എന്താ പറയുന്നത്, അവിടെ മനുഷ്യക്കടത്ത് നടന്നു, അവിടെ മതപരിവർത്തനം നടന്നു, അതാണ് കേസ് എന്ന് പറയുകയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. പിന്നെ എന്താ അന്വേഷണം? ഇപ്പൊ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു നിങ്ങളുടെ മുഖ്യമന്ത്രി, അല്ലാതെ പോലീസ് വല്ലതും പറയൂ? അപ്പൊ നിങ്ങൾ ഇന്ന് കാണിച്ച വാർത്താ സമ്മേളനം കള്ളത്തരമായിരുന്നില്ല യുവരാജ്? അപ്പൊ നിങ്ങൾ ഇന്ന് പറയുന്ന വാർത്താ സമ്മേളനം അല്ല എല്ലാം ഞങ്ങൾ നോക്കും എന്ന് പറയുന്നത് പച്ച കള്ളമായിരുന്നില്ലേ? ഇവിടുത്തെ ക്രൈസ്തവരുടെ കണ്ണി പൊടിയിടാൻ കാണിച്ച ഉടായ്പ വാർത്താ സമ്മേളനം ആയിരുന്നില്ലേ യുവരാജ് ഗോകുൽ? ഇങ്ങനെ കാണിക്കാവോ? ആ കുട്ടികളുടെ കയ്യിൽ ID പ്രൂഫ് ഉണ്ടോ? ആ കുട്ടികളുടെ കയ്യിൽ ID പ്രൂഫ് ഉണ്ടോ? അല്ല അതവിടെ നിൽക്കട്ടെ. ID പ്രൂഫ് ഇതുവരെ ഹാജരാക്കാൻ പറ്റിയിട്ടുണ്ടോ? അതൊക്കെ അവിടെ നിന്നോട്ടെ. തുടക്കത്തിലുള്ള മൊഴികളിൽ ആ കുട്ടിയുടെ ബന്ധു എന്താണ് പറഞ്ഞത്? അതൊക്കെ അവിടെ നിന്നോട്ടെ. തുടക്കത്തിലുള്ള മൊഴികളിൽ ആ നിങ്ങൾ അനൂപ് ആന്റണി, ഷോൺ ജോർജ്, പിന്നീടല്ലേ ഈ പറയുന്ന സമ്മതപത്രമൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്? സുരേഷ് വാർത്താ സമ്മേളനം നടത്തിയില്ലേ? വാർത്താ സമ്മേളനം നിങ്ങൾ പ്രതിസംഘത്തേക്ക് എന്തിനാ? അവിടുത്തെ മുഖ്യമന്ത്രി പറയാണ് മനുഷ്യക്കടത്ത് ഉണ്ടായെന്ന് പറയാണ്, അവിടുത്തെ മുഖ്യമന്ത്രി മതപരിവർത്തനം ഉണ്ടായെന്ന് പറയാണ്, കാലാകാലങ്ങൾ തടവിലടക്കാനുള്ള കൈകാര്യം നിങ്ങൾ ഈ വാർത്താ സമ്മേളനം നടത്തിയ കള്ളത്തരമല്ലേ യുവരാജ്? ക്രൈസ്തവരെ കബളിപ്പിക്കാനായിരുന്നില്ലേ യുവരാജ്? വഞ്ചനയായിരുന്നില്ലേ യുവരാജ്? അല്ല ഞാൻ ഹാഷ്മി അവിടുത്തെ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് ലോ ആൻഡ് ഓർഡർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇരിക്കുന്ന. അവിടുത്തെ പോലീസും അവിടുത്തെ ഇൻവെസ്റ്റിഗേഷനും കൊടുക്കുന്ന റിപ്പോർട്ടിനനുസരിച്ച് മാത്രമാണ് അവിടുത്തെ മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതല്ലാതെ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ഇപ്പോൾ കേരളത്തിലെ ചാനലിൽ ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പോലീസ് കൊടുക്കുന്ന ഒരു വിഷയത്തിനകത്ത് അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടന്നിരിക്കുന്ന ഒരു വിഷയത്തിന് അത് ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ CM കുറ്റപത്രം സമർപ്പിച്ചു. നിങ്ങൾ ഇവിടുന്ന് പ്രതിനിധി സംഘത്തെ അയച്ച് രക്ഷിക്കുമെന്ന് പറയുക വഞ്ചനയാകട്ടോ? അത് കാപട്യമാണ്. നിങ്ങൾ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തോട് കാണിക്കുന്ന കള്ളത്തരമാണ്. എന്താണ് വഞ്ചന അല്ലാത്തത്? സഭകൾക്ക് ആ വിഷയത്തിൽ ആശങ്കയുണ്ട്. എന്താണ് നിങ്ങൾ വഞ്ചന അല്ല? നിങ്ങൾ എന്താണ് അങ്ങോട്ട് പോകുന്നത്? എന്തിനാ? നിങ്ങളുടെ മുഖ്യമന്ത്രി പറയുകയാണ്, നിങ്ങളുടെ മുഖ്യമന്ത്രി കുറ്റപത്രം സമർപ്പിച്ചോടെ BJP-കാരൻ മുഖ്യമന്ത്രി അവർക്കെതിരെ കുറ്റപത്രം എന്താ പറയുകയാണ്? അവിടെ ഉണ്ടായി എന്തുണ്ടായി? ത്രൂ ഇൻഡ്യൂസ്മെന്റ് ആൻ അറ്റംപ്റ്റ് വാസ് ബീയിങ് മെയ്ഡ് ടു എൻഗേജ് ഇൻ ഹ്യൂമൻ ട്രാഫിക്കിംഗ് കൺവേർഷൻ. ലോകത്ത് ഒരു മുഖ്യമന്ത്രിക്കും കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നത് പോലീസിനാണ്. അവരാണ് അത് ചെയ്തിരിക്കുന്നത്. ആ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുടെ ഭാഗത്ത് കന്യാസ്ത്രീകളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ BJP-യുടെ ഭാഗത്ത്